ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഒരു ശ്രമം നടത്തിയാൽ സുപ്രീം കോടതി എന്ത് ചെയ്യും? സുപ്രീം കോടതിക്ക് പുല്ല് വിലയാണ്. അതെന്താ? ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ? ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു, നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമിച്ചു എന്നൊരു FIR ഉണ്ട്. വധശ്രമം നടത്തി. കഥയാണ്? കഥയല്ല, സംഭവം 2022 ജനുവരി 5. ഓർക്കുന്നുണ്ടോ? സിനി കണ്ടിട്ടുണ്ട്. അന്നാണ് കർഷക സമരം നടക്കുന്ന സമയമാണ്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പഞ്ചാബിലെ ഒരു പാലം കയറുന്നു. പെട്ടെന്ന് പാലത്തിൻ്റെ താഴെ ഒരു പറ്റം കർഷകർ, ഫിറോസ്പൂർ SP ചുമതലയുള്ള ജൂറിസ്ഡിക്ഷനുള്ള ഏരിയയാണ്, അവിടെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം തടയുന്നു. പാലത്തിൻ്റെ നോക്കൂ, എവിടെ റോഡിൽ പോലുമല്ല, ഒരു പാലത്തിൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കുടുങ്ങിക്കിടക്കുന്നു. നമ്മൾ കാണുന്ന SPG ഒക്കെ യന്ത്രത്തോക്കുകളൊക്കെ ആയിട്ട് ചുറ്റും പ്രധാനമന്ത്രിയുടെ കാറിനെ ചുറ്റി നിൽക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചാബ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ അതിർത്തിയോട് തൊട്ട സ്ഥലമാണ്. ഈ പറയുന്ന സ്ഥലവും പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് കഷ്ടിച്ച് 10 കിലോമീറ്റർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം ഒരു പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നറിഞ്ഞ് പാകിസ്ഥാൻ അവിടെ നിന്നൊരു മിസൈൽ അയച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. പാകിസ്ഥാൻ ആയതുകൊണ്ട് മിക്കവാറും മിസൈൽ അവൻ്റെ മൂട്ടിൽ തന്നെ വീഴും. അല്ലാലും അപകടകരം. അല്ലെങ്കിൽ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യും. ഓക്കെ, അതൊക്കെ ശരിയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അതിനെ തടുക്കാനുള്ള സന്നാഹങ്ങളുണ്ട്. പക്ഷേ സുരക്ഷാ വീഴ്ച അതീവ ഭീകരമായിരുന്നു. ഏതാണ്ട് 20 മിനിറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ പാലത്തിൽ കുടുങ്ങിക്കിടന്നു. പ്രധാനമന്ത്രി ആ വഴി പോകുന്നു നേരത്തെ അറിയാം. SPGയുടെ ബ്ലൂ ബുക്ക് അനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതാണ്. പോലീസ് എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ കുടുങ്ങിക്കിടന്നു. രാജ്യം ചട്ടി, ലോകം ചട്ടി. കാരണം ലോകത്തിലെ ഏത് രാഷ്ട്രത്തലവനും ഉൾക്കിടിലമുണ്ടാകുന്ന സംഭവമാണ്. അവർക്കും സംഭവിക്കാമല്ലോ. അപ്പോൾ അത് വലിയ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പഞ്ചാബ് സർക്കാരിൻ്റെ നോട്ടീസ് കൊടുത്തു. ആഭ്യന്തര വകുപ്പ് പഞ്ചാബിലെ പോലീസ് മേധാവികൾക്കൊക്കെ ഷോക്കോട്ട് നോട്ടീസ് കൊടുത്തു. അങ്ങനെ രാജ്യം നെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് BV രമണ ഉടനെ സുപ്രീം കോടതിയിൽ പ്രഖ്യാപിച്ചു, ഇനി ഇതാരും അന്വേഷിക്കേണ്ട, ഞങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ആ കേസ് അങ്ങ് ഏറ്റെടുത്തു. വിതിൻ 24 hours സുപ്രീം കോടതി ഞങ്ങൾ അന്വേഷിക്കാൻ പോവാതെ. സുപ്രീം കോടതിക്ക് എന്ത് അന്വേഷിക്കാനുള്ള സംവിധാനമുള്ളത്? ഒന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അവരത് ചെയ്തില്ലെന്നല്ല, ഒരു കമ്മിറ്റി ഉണ്ടാക്കി. NIAയുടെ IG, പഞ്ചാബ് DGP, പിന്നെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര, ഒരു റിട്ടയർഡ് ജഡ്ജി. നമുക്കറിയാം ശബരിമല കേസിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരെ വിധി പറഞ്ഞ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി ഇങ്ങനെ അന്വേഷിക്കുകയാണ്. നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പാകിസ്ഥാൻ്റെ തൊട്ടടുത്ത് ഒരു പാലത്തിൽ ബന്ദിയാക്കി വെച്ച സംഭവത്തിൽ നിങ്ങൾ ഇനി ഒരു നടപടിയും എടുക്കരുതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സത്യത്തിൽ ഇതിനകത്ത് അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടോ, തീവ്രവാദ ബന്ധമുണ്ടോ, പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നോ തുടങ്ങി ഒരുപാട് എലമെൻറ്റ്സ് അന്വേഷിക്കണം. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞു നോ ഇൻവെസ്റ്റിഗേഷൻ. പക്ഷെ സർക്കാരിലെ അത് അന്വേഷിക്കണ്ടേ? സുപ്രീം കോടതി കയറി വിലക്കി എന്ത് ചെയ്യുന്നേ? നമ്മുടെ ഇപ്പോൾ പറയുന്നില്ലേ, നമ്മുടെ ഗവായി, ചീഫ് ജസ്റ്റിസ് ഗവായിക്ക് നേരെ ഷൂ എറിഞ്ഞു. ആ ഷൂ എറിഞ്ഞ 71 വയസ്സുകാരനായ ആ അഭിഭാഷകൻ, അദ്ദേഹം പഠിച്ചതിനെല്ലാം റാങ്കാണ്. LLB അല്ല, LLM ഉണ്ട് അദ്ദേഹത്തിന്. ഗവായി LLB ആണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗവർണറായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്വാഭാവികമായും വലിയ സ്വാധീനമുള്ള കുടുംബങ്ങളിലുള്ള ആളുകളൊക്കെ ന്യായാധിപന്മാരാകുന്നത് പോലെയാണോ അദ്ദേഹം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ്. ഇതൊന്നുമില്ല, പഠിച്ചെടുത്തെല്ലാം സ്വർണ്ണ മെഡൽ പഠിച്ച ദളിതനായ അഭിഭാഷകൻ. അദ്ദേഹം പറയുന്നു, എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ, ANAയിൽ ഇൻ്റർവ്യൂ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ഹർജി കോടതിക്ക് തള്ളാൻ സ്വീകരിക്കാം, രണ്ടും ചെയ്യാം, അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത്. ഞാൻ എൻ്റെ ആരാധനാമൂർത്തിയായ ഭഗവാൻ വിഷ്ണുവിൻ്റെ ശിരസ് മുഗളന്മാരുടെ കാലത്ത് വെട്ടിമാറ്റപ്പെട്ടത് പുനർനിർമ്മിക്കാൻ സർക്കാരിന് ഉത്തരവ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ നിൻ്റെ ഭഗവാനോട് പോയി എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസത്തെ മുറിപ്പെടുത്തലാണ്, എനിക്ക് ഖേദമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു വേറൊരു എലമെൻ്റാണ്, വേറൊരു ഘടകമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ ജസ്റ്റിസ് ഗവായി പറഞ്ഞു നടപടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. നടപടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞതിനകത്തും ചില വിമർശനങ്ങൾ ചില ആളുകൾ പറയുന്നുണ്ട്. നടപടി എടുക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വിചാരണ നടക്കും അല്ലേ? വിചാരണ നടക്കുമ്പോൾ ഈ അഭിഭാഷകൻ കോടതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയും, ഞാൻ എന്തുകൊണ്ട് എറിഞ്ഞു എന്ന് പറയും. അത് വലിയ വാർത്തയാവും, വീണ്ടും ചർച്ചയാവും. അപ്പോൾ ഏറ്റവും നല്ലത്
നടപടി വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതിയല്ലോ, എല്ലാവർക്കും സന്തോഷം. പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിൻ്റെ ഒരു തൂണാണ് ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് ഫിസിക്കലി അല്ല അറ്റാക്ക് ചെയ്യേണ്ടത്. ഫിസിക്കൽ അറ്റാക്കിനോട് നമ്മൾ ആരും യോജിക്കുന്നില്ല. ജസ്റ്റിസ് ഗവായി എടുത്ത നിലപാട്, ആ പറഞ്ഞ കമൻറ്റിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഒരു സാധാരണ ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ മുറിപ്പെടുത്തുന്നതാണ്, ആക്ഷേപിക്കുന്നതാണെന്നുള്ള അഭിപ്രായം നിലനിർത്തുന്ന ഒരുപാട് പേരുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തെ ആക്രമിക്കാൻ പാടില്ല എന്നതാണ് ശരിയായ നിലപാട്. അതുതന്നെയല്ലേ ജുഡീഷ്യറി പോലെ ജനാധിപത്യത്തിൻ്റെ മറ്റ് രണ്ട് തൂണുകളാണ് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും. എക്സിക്യൂട്ടീവിൻ്റെ തലവനായ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തലവനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന് പോലും ഇടയാക്കുന്ന സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയിട്ട് ഒന്നും നടന്നില്ല. എന്ത് നടന്നു? അന്വേഷണ കമ്മീഷൻ വെച്ചു. കമ്മീഷൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പഞ്ചാബ് പോലീസ് ഉടനെ കോടതി വന്നിട്ട് പറഞ്ഞു അത് ഇപ്പം കേന്ദ്രം പഞ്ചാബ് DGPക്ക് ഉൾപ്പെടെ എന്ത് ചെയ്തിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കൂടെ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോടതി പറഞ്ഞു അല്ല, ഇതിനകത്ത് സമ്പൂർണ്ണ പരാജയം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായി. സോളിസിറ്റർ ജനറൽ കോടതി പറഞ്ഞാണ് സമ്പൂർണ്ണ പരാജയം ഉണ്ടായി. സമ്പൂർണ്ണ പരാജയം ബോധ്യപ്പെട്ട് കൺമുന്നിൽ കണ്ടു. കാരണം പോലീസിനൊന്നും പറയാൻ പറ്റില്ല. പോലീസിന് പ്രധാനമന്ത്രി പോകുന്ന റൂട്ടിൽ ഒന്നും ഉണ്ടാവാതിരിക്കണം എന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തെ തടഞ്ഞ് അത് 20 മിനിറ്റ് റോഡിൽ കിടന്നു. അപ്പോൾ സമ്പൂർണ്ണ പരാജയം. അപ്പോൾ നോ എക്സ്പ്ലനേഷൻ, നോ ഹിയറിംഗ്, ഒന്നും കേൾക്കേണ്ട കാര്യമില്ല, നടപടിയാണ് എന്ന് പറഞ്ഞു. അവരെ കേൾക്കണമെന്നുള്ള സുപ്രീം കോടതി അംഗീകരിച്ചില്ല കേട്ടോ. പക്ഷേ രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ ഉൾപ്പെടെ ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾ അന്വേഷിച്ച് ഇതിലെ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതായിരുന്നു. ആ ഇടപെടലിനെ സുപ്രീം കോടതി വിലക്കി. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഞാനൊക്കെ കരുതി സുപ്രീം കോടതി ഇടപെടുന്നൊക്കെ നമുക്ക് വലിയ ആവേശമായി. കാരണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി പിടിച്ച് അവനെയൊക്കെ ഗളച്ഛേദം ചെയ്ത് കഴിയുന്നു കണ്ടപ്പോഴത്തേക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അന്വേഷിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പഞ്ചാബ് DGP ഉൾപ്പെടെ 7 പേരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ശിക്ഷാ നടപടിയല്ല. സസ്പെൻഷൻ ഒരു ശിക്ഷാ നടപടിയല്ല. സസ്പെൻഷൻ കഴിഞ്ഞിട്ട് അവരൊക്കെ തിരിച്ചു കയറി. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം 2022 ജനുവരി 5 പഞ്ചാബിൽ നടന്നിട്ട് അതിലെ വിശദമായൊരു അന്വേഷണം നടത്തി അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് വേണമെങ്കിൽ തടസ്സം നിന്നു എന്ന് പറയാം. ഞങ്ങൾ അന്വേഷിച്ചോളാം, വേറെ ആരും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞത് ഒരു ശരിയായ നടപടിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സുപ്രീം കോടതിക്ക് പുല്ലാണെന്ന് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ സുപ്രീം കോടതി ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, ഒരു പ്രത്യേക പോലീസ് ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ ഞങ്ങൾ അന്വേഷിച്ച് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ വിതിൻ 72 hours പ്രതികളെ പിടികൂടൂ എന്നല്ലേ പറയേണ്ടത്. അതെ, ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കണ്ടേ. അതിനെ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് 2025 ഒക്ടോബർ മാസത്തിലാണ് അല്ലേ? ഒക്ടോബർ 13 ഇതുവരെ അതിൽ നടപടി ഒരു FIR ഇട്ടു. പ്രധാനമന്ത്രിക്കെതിരെ വധശ്രമമൊന്നും കേസ് ചാർജ് ഇട്ടിട്ടുണ്ട്. അവിടെ കണ്ടാൽ അറിയാവുന്ന കുറേ കർഷകർ എന്ന് പറഞ്ഞ് ചാർജ് ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തടഞ്ഞു നിർത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചതിനോട് ഇന്ത്യയിലെ സുപ്രീം കോടതി ഇങ്ങനെയാണ് പെരുമാറിയതെന്ന് ചരിത്രത്തിലുണ്ടാവും. അതേസമയം വേറെ കാര്യമുണ്ട്, പോകുന്ന പോലെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ കോടതി ഉടനെ കൂടും, ചന്ദ്രഹാസമടക്കം പിടിച്ചോണ്ട് പോകാമെന്ന് പറയും, വലിയ പ്രശ്നമായിരിക്കും, ഉണ്ടാവും, ഒരു സംശയവുമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അല്ലാതെ ഒരു കാര്യം ചെയ്യും, ഒരു നടപടി എടുക്കണ്ട കേട്ടോ, ഒരു കമ്മിറ്റി ഉണ്ടാക്കാം, ആ കമ്മിറ്റി അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കണ്ട, CBI അന്വേഷിക്കണ്ട, NIA അന്വേഷിക്കണ്ട, IB അന്വേഷിക്കണ്ട, ആരും അന്വേഷിക്കണ്ട. നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കുക, ഒരു റിട്ടയർഡ് ജഡ്ജിയൊക്കെ പിടിച്ചിട്ട് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് വരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നമ്മുടെ പരമോന്നത നീതിപീഠം കൊടുത്ത ഒരു പരിഗണന എന്താണ് എന്നുള്ളത് നമ്മൾ അപ്രിയ സത്യമാണ്. ചിലപ്പോൾ പറയാതിരിക്കാം, നിവർത്തിയില്ല. പക്ഷേ അതിലെ ഒറ്റ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ. DGP ഉൾപ്പെടെ എല്ലാവരും സർവീസിൽ സസ്പെൻഷൻ കഴിഞ്ഞപ്പോൾ തിരിച്ചു കയറി. ആലോചിച്ച് നോക്കൂ, ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ സിനു ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരയാണ്, നിലവിലുള്ള സംവിധാനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്രമിക്കാനോ അപായപ്പെടുത്താനോ ശ്രമിച്ചാൽ, FIR-ൽ പറയുന്ന പോലെ വധശ്രമത്തിന് ശ്രമിച്ചാൽ സുപ്രീം കോടതിക്ക് അതൊന്നുമില്ല, വേറെ ആരും അന്വേഷിക്കരുത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ജസ്റ്റിസ് VV രമണ അന്ന്
ധൃതിയിൽ ഇങ്ങനൊരു തീരുമാനമെടുത്ത് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റ് അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തിയത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.